അടിപൊളി ആംബിയൻസ് ആണല്ലോ. ഞാനിവിടെ ഇപ്പോഴാണ് വരുന്നത്. എന്താ എൻ്റെ പേര്? അവിലോ. അവിലോ. ആഹാ, സൂപ്പർ. പൊളി. പേരെന്താ പറഞ്ഞേ? അവിലോ. അവിലോ. അത് ഭയങ്കര ക്യാച്ചിങ്. എന്ത് ചെയ്യാതിരിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ടത് എന്താ പറയുക, ഈ പറയുന്ന പോലെ നമുക്ക് ചിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി വേറൊരുത്തനെ ദ്രോഹിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യം അതിൽ ഇരിക്കുക. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതും പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ ദിവസം ആരോടും സോറി പറയേണ്ട അവസ്ഥ ഉണ്ടാവരുത്. സ്വപ്നങ്ങൾ കാണണം, എന്താ പറയുക, നമ്മൾ ജീവിക്കണം, നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു എല്ലാവരെയും അടക്കി പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ വെട്ടിപ്പിടിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ എത്തിക്സ് ഇല്ലാതെ ഉള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. നമുക്ക് എല്ലാത്തിനും ഒരു സ്വയം നമ്മളുണ്ടാക്കുന്ന, അല്ലാതെ ആരെങ്കിലും വരച്ചു തരുന്ന ഒരു കളത്തിൽ നിന്ന് ജീവിക്കണമെന്നല്ല, നമ്മൾ വരച്ചുണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു എത്തിക്സ് നമുക്ക് ഉണ്ടാവുമല്ലോ. അത് ഉണ്ടാവണം ഏത് കാര്യത്തിനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും നശിപ്പിക്കാതെ നമുക്കും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സബലീകരിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ലാസ്റ്റ് ചേട്ടൻ എപ്പോഴാണ് പാല് പഴം അവില് ഈ ഒരു കോമ്പിനേഷൻ ലാസ്റ്റ് ട്രൈ ചെയ്തപ്പോഴാണ്? ഇത് മൂന്നും നിങ്ങൾ ചോദിച്ച മൂന്നും ഈ അടുത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതും ഒരുമിച്ച് നമുക്ക് ഇപ്പോൾ കഴിക്കാം. ഓക്കെ. എന്തായാലും നല്ല ഒരു സെറ്റപ്പാണ്. അതുപോലെ പേര് അവിലോ, അത് അടിപൊളിയാണ്, പൊളിച്ചു. പിന്നെ ഇതിൻ്റെ ഇവിടെ വന്നിട്ടുള്ള ആർട്ട് വർക്കുകൾ നല്ല പൊളിയാണ്. ഇപ്പോൾ എല്ലാവരും എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് വരാം, നിങ്ങൾക്ക് വന്ന് സ്വസ്ഥമായിട്ടിരിക്കാം. ഓക്കെ ഓക്കെ. ഈ പരസ്യത്തിൻ്റെ കാശ് വേറെ തന്നെ കേട്ടോ. ചേട്ടാ, അപ്പോൾ നോർമലി ചേട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്താ കഴിക്കാറ്? രാവിലത്തെ ഭക്ഷണം കഴിക്കണമെന്നുള്ളൊരു ശീലമില്ല. ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ ഭക്ഷണം, ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, അത് എവിടെയാണെങ്കിലും. അതേപോലെ നാണം മറയ്ക്കാൻ എന്തെങ്കിലും തുണി, കാല് വേദനിച്ച് തുടങ്ങിയപ്പോൾ ചെരുപ്പ്, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ലൈഫ്. ഓ വാവ്, അടിപൊളി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് മണികണ്ഠൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഫുഡാണ്. മണികണ്ഠൻ എന്ന് പറയുന്ന ആക്ടറുടെ ഫുഡ് സമൂഹത്തിലാണുള്ളത്. ഓരോ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ മനുഷ്യരെ പരിചയപ്പെടുമ്പോഴും അവരെ പഠിക്കുമ്പോഴുമാണ് ഒരു നടൻ വളരാനുള്ള ഭക്ഷണം കിട്ടുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പറയാണ്, നിങ്ങൾ ലോക സിനിമകളെടുത്ത് കാണണം, നോവലുകൾ വായിക്കണം, മറ്റ് നിങ്ങളുടെ ഗുരുക്കന്മാർ പറയുന്നതൊക്കെ കേൾക്കണം. പക്ഷെ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. എല്ലാ തരം മനുഷ്യരുമായിട്ട് ഇടപഴകാനും അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ചിന്തകൾ, അവരനുഭവിക്കുന്ന സിറ്റുവേഷൻസ്, ഇതെല്ലാം പഠിക്കുക, ഇതെല്ലാം അനുഭവിക്കാൻ ശ്രമിക്കുക, ഇതെല്ലാം അഭിനയിച്ച് നോക്കുക, ഇതെല്ലാം ഇമാജിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറെ സംബന്ധിച്ച് ചെയ്യേണ്ട വർക്കൗട്ട്. ആക്ടറുടെ ഭക്ഷണം എന്ന് പറയുന്നത് അതാണ്. അത് കിട്ടണമെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. ഓ യെസ്. വായന്നിങ്ങനെ കപ്പലൊടിക്കാനുള്ള വെള്ളം വേണ്ട. മോനെ പൊളി. ഈ എന്തൊക്കെയാണെന്നും പറയാൻ പറ്റുള്ള ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ഫുഡ്. അതിൻ്റെ കണ്ണിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അഭിനയിക്കാൻ പറ്റില്ല കേട്ടോ, അത് നമുക്ക് കിട്ടിയാൽ മാത്രമേ കണ്ണിൽ വരുള്ളൂ. താങ്ക് യു. പണ്ട് ചേട്ടൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഒരു സാധ്യതയുണ്ടല്ലോ, ഒരു കലാകാരന് വളരാനുള്ള സാഹചര്യവും ഇപ്പോഴത്തെ തലമുറക്കുള്ള ഒരു സാഹചര്യവും
ഇതെങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണുന്നത്? സിനിമയിൽ കയറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലായിരുന്നു. സിനിമ ഒരു സംവിധായകനെ നേരിട്ട് കാണാൻ കഴിയുക, ഒരു പ്രൊഡ്യൂസറെ നേരിട്ട് കാണാൻ കഴിയുക, അത് ഇന്ന് സംഭവിക്കുന്ന പോലെ പണ്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കി വളർച്ചയ്ക്കുള്ള എല്ലാ വളങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് വളം കുറഞ്ഞു, അവസരം കൂടി. പണ്ടൊക്കെ ഞാനൊക്കെ ഒരു ആക്ടറെ കാണുന്നത് തൃപ്പൂണിത്തുറ അത്താഘോഷം നടക്കുമ്പോൾ സമ്മാനദാനത്തിന് ഒരു നടൻ വരും. ആ നടനെ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു നടനെ കാണുള്ളൂ. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് പുറത്തിറങ്ങിയ എല്ലാവരും നടന്മാരാണ്. ഏത് നടനെ വേണമെങ്കിലും നമുക്ക് എറണാകുളത്ത് കാണാം. ചേട്ടൻ നാളെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാം. നാളെ ഉറക്കം എഴുന്നേൽക്കണേ എന്നുള്ളതാണ് ആദ്യത്തെ ആഗ്രഹം. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തെ 100% അറിയുക, അനുഭവിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു നിമിഷം ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ ഒരുപാടൊന്നും പ്ലാൻ ചെയ്ത് സ്കെച്ച് വരച്ചൊന്നും പോകാൻ കഴിയുന്ന ഒരു സാധനമല്ല മനുഷ്യ ജീവൻ. അത് എന്താണോ അതുപോലെ നടക്കും. ഉള്ളിടത്തോളം കാലം നല്ലത് ചെയ്യുക, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാവുക നമ്മുടെ ഈ ജന്മം. അപ്പോൾ നമ്മുടെ അവസാന ചോദ്യത്തിലേക്ക് വരികയാണ്. ചേട്ടനിപ്പോൾ എത്ര വയസ്സായി? എനിക്ക് 37. 1984 ഈ 37 വർഷം കൊണ്ട് ചേട്ടൻ മനസ്സിലാക്കിയ ജീവിതം എന്താണ്? ജീവിതം എന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്ത് പറയും? ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇതുവരെ മനസ്സിലാക്കിയതൊന്നും അല്ല ജീവിതം. ഇനി എന്തോ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ്. ഓരോ ദിവസം ഓരോന്നിനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വരെ മനസ്സിലാക്കിയത് തെറ്റാണെന്ന് നാളെ എന്നെ ബോധ്യപ്പെടുത്തും. നാളെ എന്ന് പറയുന്നൊരു ദിവസം ഇന്നലെയെ ഇല്ലാതാക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നതൊക്കെ വലിയ അറിവാണെന്ന് എനിക്ക് ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു ധാരണയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത് സത്യമാണ്. നാളെ ഞാനിത് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ സത്യം ഞാൻ തിരിച്ചറിയുമ്പോൾ ഇന്ന് ഇല്ലാതാവുന്നു. മനസ്സിലായി. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ അടുത്ത് അതുപോലെ തിരിച്ചറിഞ്ഞ ഒരു കാര്യം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. എനിക്ക് അറിവുകളേക്കാൾ കൂടുതൽ തിരിച്ചറിവുകളാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ന് കുറേ ഫേക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതെല്ലാം കൃത്യമായ കൈകളിലേക്കാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് ഇന്നത്തെ ഒരു സാഹചര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കഴിയാണ്. അവസാനമായിട്ട് നമ്മുടെ ഈ ചാനലിനെ കുറിച്ചും നമ്മുടെ ഈ പെർമിഷൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ കുറിച്ചും ചേട്ടൻ എന്താ തോന്നിയത്? ഞാനിപ്പോൾ 6 വർഷമായി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നിട്ട് 6 വർഷമായി. ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ഇൻ്റർവ്യൂസേ ഉള്ളൂ. ഞാനൊന്ന് ആലോചിച്ചു, എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ സ്വയം ഒരു പരിപാടി തുടങ്ങിയാലോ എന്ന്. അതായത് ഞാൻ എന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞൊരു പരിപാടി. കാരണം എനിക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊന്നും വേറെ ഒരു മീഡിയാസും ചോദിക്കുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചാലോ, ഞാൻ തന്നെ ഉത്തരം പറയുക എന്ന് പറയുന്ന, അപ്പോൾ അതിപ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു ഇൻ്റർവ്യൂ ആണ് നിങ്ങളെനിക്ക് തന്നിട്ടുള്ളത്. കാരണം പല വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ എനിക്ക് നന്നായി ഉത്തരം പറയാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഡൗട്ട്. കാരണം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെനിക്ക് സമയം തന്നില്ല. നിങ്ങളുടെ എത്തിക്സിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് അത് മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിലൊക്കെ എനിക്ക് ഭയങ്കര ഈ എത്തിക്സ് ഉള്ളവരെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞാനിത് കഴിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ബൈ. ബൈ.